പശ്ചിമബംഗാളിൽ നിയമവിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിന് തെളിവായി CCTV ദൃശ്യങ്ങൾ. പ്രതികൾ ഗാർഡ് റൂമിലേക്ക് വലിച്ചിഴച്ചുവെന്ന പെൺകുട്ടിയുടെ വാദം ശരിവെക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. അതേസമയം സംഭവത്തിൽ ജനരോഷം ശക്തമാകുന്നു. പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. സിലിഗുരി, കൊൽക്കത്ത തുടങ്ങിയ സ്ഥലങ്ങളിൽ അരങ്ങേറിയ പ്രതിഷേധത്തിൽ നൂറുകണക്കിന് വനിതകൾ പങ്കെടുത്തു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. ജിഷ്ണു, കൂടുതൽ CCTV ദൃശ്യങ്ങൾ തെളിവായി വരുന്നു. ഒപ്പം പ്രതിഷേധവും വലിയ തോതിൽ അലയടിക്കുകയാണ്. വിവരങ്ങൾ. ബംഗാളിൽ നിയമവിദ്യാർത്ഥിനി ക്രൂരമായി ബലാത്സംഗത്തിനിരയായിട്ടുള്ള സംഭവത്തിൽ കൂട്ടബലാത്സംഗത്തിനിരയായിട്ടുള്ള സംഭവത്തിൽ പെൺകുട്ടിയുടെ മൊഴിയും വാദങ്ങളും ശരിവെക്കുന്ന രീതിയിലാണ് അന്വേഷണത്തിൽ ലഭിക്കുന്ന ഓരോ തെളിവുകളും ഉള്ളത്. മെഡിക്കൽ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിൽ വളരെ കൃത്യമായി തന്നെ വിദ്യാർത്ഥിനി ശാരീരിക പീഡനത്തിനിരയായി എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. കൂടാതെ ഇപ്പോൾ CCTV ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുകയാണ്. അതിൽ പെൺകുട്ടിയുടെ വാദം ശരിവെക്കുന്ന രീതിയിൽ ഈ പ്രതികളായിട്ടുള്ള മനോജിത് ശർമ്മ ഉൾപ്പെടെയുള്ളവർ, മനോജിത് മിശ്ര ഉൾപ്പെടെയുള്ളവർ ഈ പെൺകുട്ടിയെ 3 പേർ ചേർന്നുകൊണ്ട് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുള്ളത്. ജനരോക്ഷം കൂടുതൽ ശക്തമാവുകയും പ്രതിഷേധങ്ങൾ അലയടിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇത്തരത്തിൽ അന്വേഷണം കാര്യക്ഷമമായി മുൻപോട്ട് കൊണ്ടുപോകാൻ ബംഗാൾ പോലീസ് തയ്യാറായിട്ടുള്ളത്. ആദ്യം ഈ ഒരു കേസ് ഒതുക്കി തീർക്കാനുള്ള വലിയ ശ്രമമായിരുന്നു ബംഗാളിൽ നടന്നിട്ടുള്ളത്. അതിനെതിരെയാണ് ഇത്രയും വലിയൊരു പ്രതിഷേധങ്ങൾ അരങ്ങേറിയിട്ടുള്ളത്. ബംഗാളിൽ ഇത്തരത്തിൽ തുടർച്ചയായി പെൺകുട്ടികൾക്ക് നേരെ, വിദ്യാർത്ഥിനികൾക്ക് നേരെയും വനിതകൾക്ക് നേരെയും ശാരീരിക പീഡനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബലാത്സംഗ കേസുകളും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. നേരത്തെ നമുക്കറിയാം, RG-Kar മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയ കേസിലും അത്തരമൊരു സംഭവം മെഡിക്കൽ കോളേജിനുള്ളിൽ നടക്കുന്നത് തടയാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, അത്തരത്തിൽ അങ്ങേയറ്റം അപലപിക്കേണ്ട ഒരു സംഭവം ഉണ്ടായതിനു ശേഷവും സ്വീകരിക്കേണ്ട നിയമ നടപടികളിൽ ബംഗാൾ സർക്കാരും പോലീസും കനത്ത വീഴ്ച വരുത്തിയിരുന്നു. അതിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ സൗത്ത് കൊൽക്കത്തയിൽ നിയമവിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായി എന്ന വിദ്യാർത്ഥിനി തന്നെ തുറന്നു പറയുകയും അതിൽ അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് നേരിട്ടത് എന്ന് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം പോലീസും സർക്കാർ സംവിധാനങ്ങളും ആദ്യ മണിക്കൂറുകളിൽ ആ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. തൃണമൂൽ MP കല്യാൺ ബാനർജിയുടെ വിവാദമായ പരാമർശം, ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ ബലാത്സംഗം ചെയ്യുന്നതിന് സർക്കാർ എന്ത് ചെയ്യാനാണ് എന്നൊരു വിവാദ പരാമർശമായിരുന്നു തൃണമൂൽ നേതാവും MP-യുമായിട്ടുള്ള കല്യാൺ ബാനർജി നടത്തിയത്. അതിനെ തുടർന്നാണ് വലിയ പ്രതിഷേധം. പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ വൻ പ്രതിഷേധ പ്രകടനം നടന്നു. ഇന്നലെ രാത്രി കൊൽക്കത്തയിലും സിലിഗുരിയും ഉൾപ്പെടെ പശ്ചിമ ബംഗാളിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടന്നു. നൂറുകണക്കിന് വനിതകളാണ് ഓരോ സ്ഥലങ്ങളിലും അതിൽ പങ്കെടുത്തിട്ടുള്ള അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിഷേധം, ഈ സംഭവങ്ങൾ പ്രതിരോധിക്കാനും അതിൻ്റെ പെൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനും സാധിച്ചില്ല എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പ്രതികൾ തൃണമൂലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ ആ കേസുകൾ അട്ടിമറിക്കുന്നതിനും ഇരയ്ക്കുള്ള നീതി ഉറപ്പാക്കാതെ പ്രതികൾക്കൊപ്പം നിൽക്കുന്ന സമീപനം ബംഗാൾ പോലീസും ബംഗാൾ സർക്കാരും സ്വീകരിക്കുന്നതിനെതിരെയാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത്. ജനരോക്ഷം ശക്തമാവുകയാണ്. നിലവിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മനോജിത്ത് കൂടാതെ പീഡനത്തിന് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച മറ്റു 2 പേർ അതിനെല്ലാ തരത്തിലും സഹായകം ചെയ്യുകയും ഇത്തരമൊരു സംഭവം അറിഞ്ഞിട്ടും അത് അധികൃതരെ അറിയിക്കുകയോ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാതിരുന്ന ഈ കോളേജിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 4 പേരെ ഇതിനോടകം അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ചൂണ്ടിക്കാട്ടിയതുപോലെ ജനരോക്ഷം അത്രയധികം ശക്തമാവുകയും പ്രതിഷേധങ്ങൾ അലയടിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് ബംഗാൾ പോലീസ് ഇറങ്ങുന്നത്. അതിൻ്റെ ഭാഗമായി CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പ്രതികൾ ഇരയെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ മെഡിക്കൽ റിപ്പോർട്ടിലും പെൺകുട്ടി, ഈ വിദ്യാർത്ഥിനി ക്രൂരമായിട്ടുള്ള ശാരീരിക പീഡനത്തിനിരയായി എന്നാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ശരി ജിഷ്ണു.